പെരുന്നാട് CI2 പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ പ്രതികളിൽ 2 പേർ മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. മിഥുൻ മടത്തമൂഴി യൂണിറ്റ് സെക്രട്ടറിയും സുമിത് എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു. മുൻ RSS പ്രവർത്തകർ ഡിവൈഎഫ്ഐയിൽ ചേർന്നതാണ് എന്നും ഏതാനും മാസമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം അറിയിച്ചു. പ്രതി നിഖിലേഷ് CI2 പ്രവർത്തകനാണെന്നും അമ്മ മിനിയും പറഞ്ഞു. ഇന്ന് വരെ എൻ്റെ കുഞ്ഞൊരു പാർട്ടിയിൽ ഇന്നേ വരെ കൊടി പിടിക്കാൻ പോയിട്ടില്ല, ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒരു കോളേജിലും പോയിട്ടില്ല. പിന്നെ ഈ മരിച്ച പയ്യന് എൻ്റെ കുഞ്ഞിന്റെ കൂട്ടുകാരനും ഒക്കെ അവന്റെ കൂടെ വന്ന് തടിമുറിക്കാനും വീട്ടിൽ വന്ന് ചോറും ഒക്കെ ഉണ്ടിട്ടുള്ള പയ്യനാ. CI2 അവന് ടിപ്പർ എടുത്തപ്പം ടിപ്പർ അസോസിയേഷനിൽ ചേരണമെന്ന് പറഞ്ഞ് അവിടെ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ടിപ്പർ അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ ഒരു പാർട്ടിയിലും ആ സംഘടനയിലെ ആ ടിപ്പർ അസോസിയേഷനിൽ പോയതും അന്നാണ്ട് അവിടെ ഒരു അടി നടന്നപ്പം ഈ ശ്യാമെന്ന് പറയുന്ന മെമ്പറിനെ ഒക്കെ എടുത്ത് അവർ കാണാനും ഒക്കെ പോയത്. ആ മെമ്പറിനൊക്കെ അടി കിട്ടിയപ്പോൾ അങ്ങനെ അവർ ടിപ്പർ അസോസിയേഷൻ വെച്ചാൽ പോയത്. അന്നേരം ഞാൻ പറഞ്ഞു, കുഞ്ഞെ പാർട്ടിയിലൊന്നും ഞാനൊരു പാർട്ടിയിലും പോകത്തില്ല മച്ചി, എൻ്റെ ടിപ്പർ അസോസിയേഷനിലെ ആളാ, അപ്പൊ ഞാൻ പോകണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ മാത്രമേ അവൻ പോയിട്ടുള്ളൂ, അല്ലാതെ ഒരു കോടി പോലും പിടിക്കാൻ ഇന്ന് വരെ എൻ്റെ കുഞ്ഞുങ്ങൾ ആരും പോയിട്ടില്ല. ഇല്ല, RSSനൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വരെ പോയിട്ടില്ല. അവിടെ സാർമാർക്ക് തിരക്കിയാൽ അറിയാം. നന്ദുഷയുണ്ട് വിവരങ്ങൾ പങ്കുവെക്കുവാനായി. നന്ദുഷ, CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹിം അടക്കം പറഞ്ഞത് ഈ പ്രതികളിൽ BJP പ്രവർത്തകരാണ്, RSS പ്രവർത്തകരാണ് എന്നാണ്. പക്ഷേ അവരുടെ മാതാപിതാക്കൾ ഇത് പൂർണ്ണമായും തള്ളുകയാണ്. എന്താണ് അവരുടെ മാതാപിതാക്കളുടെ വിശദീകരണം? അജി, ഇന്നലെ രാത്രി തന്നെ ഈ ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹിം നടത്തിയ പ്രതികരണം RSS BJP ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കൊലപാതകമാണിതെന്നാണ്. പ്രതികളിൽ എല്ലാവരും തന്നെ RSSകാരാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നും ഈ അതേ നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം, ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉറച്ചു നിന്നത്. ജിതിൻ CI2 പ്രവർത്തകനായിരുന്നു എന്ന കാരണത്താലാണ് പ്രധാനമായും പാർട്ടി നേതൃത്വം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം. ഇപ്പോൾ പ്രതിപട്ടികയിൽ 1-ാം പ്രതിയായിട്ടുള്ള നിഖിലേഷിന്റെ അമ്മയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ മീഡിയ വണ്ണിലൂടെ പുറത്തുവിട്ടത്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യം, അതായത് നിഖിലേഷ് ടിപ്പർ ഓണർ ആയിരുന്നു. അപ്പോൾ CI2 തന്നെ ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ട്. അത് CI2 സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ മെമ്പറാണ് ഈ പറയുന്ന നിഖിലേഷ് എന്ന ആൾ. അതോടൊപ്പം പ്രതിപട്ടികയിലുള്ള മിഥുൻ, സുമിത് എന്നീ ആളുകൾ മുൻപ് RSS പ്രവർത്തകരായിരുന്നു. അവർ പിന്നീട് പാർട്ടി മാറി CPMലേക്ക് എത്തുകയും DYFIയുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണെന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഇതോടെ ഈ പ്രതികളിൽ ചിലർക്ക്, അല്ലെങ്കിൽ പ്രതികൾ RSSകാരാണെന്നുള്ള ചില CPMന്റെ വാദത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംശയം പൊതുസമൂഹത്തിന് ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ 8 പ്രതികളുള്ള ഈ കേസിൽ എല്ലാവരും CPMകാരോ ആണെന്ന് ആരും തന്നെ പറയുന്നില്ല. ഇതിൽ ചിലരെങ്കിലും RSS ബന്ധമുള്ളവരായിരിക്കാം എന്ന് പറയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കൊലപാതകം രാഷ്ട്രീയ പകയുടെ പേരിലുണ്ടായ ഒരു കൊലപാതകമല്ലെന്ന് പോലീസും അതോടൊപ്പം തന്നെ പ്രതികളുടെ ബന്ധുക്കളുടെ മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അജി, നന്ദുഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.